ഹായ് ഹലോ ഐ ആം ശ്രീലക്ഷ്മി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതിൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ്, ഒരു വ്ലോഗാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഞാനും ഹസ്ബൻഡും, എനിക്ക് 2 കുട്ടികളുണ്ട്. ഞങ്ങളുടെ നേറ്റീവിലേക്ക് പോവാണ്, അതായത് ഇപ്പോൾ എറണാകുളത്താണുള്ളത്. ഇവിടുന്ന് ആലപ്പുഴയ്ക്ക് പോകുന്നൊരു വ്ലോഗാണ് കേട്ടോ. പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇളയ കുട്ടിക്ക് 6 മാസമാണ് പ്രായം. അപ്പോൾ ആളുടെ ചോറൂണ് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഭയങ്കര നെർവസാണ്. പിന്നെ ചെറിയൊരു കോൾഡ് ഉണ്ട്, അതാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതാണ്. നമുക്കെന്നാൽ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ പോകുന്ന വഴി ആലപ്പുഴ വരെയുള്ളതും ചോറൂണും എല്ലാം ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇറങ്ങി കേട്ടോ, വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാനും കാശിക്കുട്ടനും വാമിയും എൻ്റെ ഹസ്ബൻഡുമായിട്ടാണ് പോകുന്നത്. ഇതാണ് വാമിക്കുട്ടിയുടെ ചോറൂണാണ്. വാമിക്കുട്ടി ചോറൂണാണല്ലോ. ഹായ് പറഞ്ഞേ. ഹായ്. രണ്ടുപേരും ഉറക്കമായിരുന്നു കേട്ടോ. കാശിക്കുട്ടൻ്റെ ഉറക്കമായിരുന്നു, വാമിയും ഉറക്കമായിരുന്നു. രണ്ടുപേരെയും ഉറക്കത്തിൽ നിന്നാണ് എടുത്തത്. ഇനി ആലപ്പുഴ എത്തണം, അതാണ് ടാസ്ക്. എന്നിട്ട് വേണം റെഡി ആവാനായിട്ട്. അങ്ങനെ കാശുമ ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഹായ്. അരൂര് റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും അരൂര് ലെഫ്റ്റ് കട്ട് ചെയ്ത് അരൂക്കുറ്റി റോഡ് വഴി ചേർത്തല കണക്ട് ചെയ്തിട്ടാണ് ആലപ്പുഴയിൽ എത്താറ്. ഇന്ന് പിന്നെ ഞങ്ങൾ അരൂക്കുറ്റി റോഡിൽ നിന്ന് നേരെ മുഹമ്മ കയറിയിട്ടാണ് കേട്ടോ ആലപ്പുഴയ്ക്ക് എത്തിയത്. പിന്നെന്താ, രാവിലെ ഞാനും ഹസ്ബൻഡും ഒന്നും കഴിച്ചിരുന്നില്ല. കാശിക്കോട്ടിന് ഞാൻ ഓട്സ് എല്ലാം കാശി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കുടിച്ചിട്ടാണ് ആളിരിക്കുന്നത്. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്, ഞങ്ങൾക്ക് 2 പേർക്കും. അങ്ങനെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കാശിക്കുട്ടനെ ഇതൊക്കെ കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ കാശിക്കുട്ടൻ്റെ പേര് ആക്ച്വലി വിഹാൻ എന്നാണ്. വിഹാൻ എസ് മനു. ഞങ്ങൾ വീട്ടിൽ കാശി എന്നാണ് വിളിക്കാറ് കേട്ടോ. പിന്നെ വിശപ്പ് ഒട്ടും സഹിക്കാണ്ടായപ്പോഴേക്കും ഞങ്ങൾ പോകുന്ന വഴി ഒരു ബേക്കറിയിൽ കയറിയിട്ട് ജസ്റ്റ് ചെറിയ സ്നാക്സ് എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഞങ്ങൾ നാരങ്ങ വെള്ളവും സമൂസയൊക്കെ കഴിച്ചിരുന്നു. വാമിക്കുട്ടി ഇതാ ചേട്ടൻ്റെ കൂടെ ഇരിപ്പുണ്ട്. ഇതാണ് എൻ്റെ ഹസ്ബൻഡ് മനു പ്രദീപ്. ആളിതാ ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ ചേട്ടൻ്റെ കൂടെ. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പറഞ്ഞിരുന്ന വെള്ളമൊക്കെ വന്നിരുന്നു. 3 നാരങ്ങ വെള്ളം പറഞ്ഞെങ്കിലും കാശിക്കുട്ടൻ അത് കുടിച്ചില്ല കേട്ടോ. പിന്നെ അതും ഞാൻ തന്നെ കുടിച്ചു. ഇതിതാ പോകുന്ന വഴി കണ്ട സൂപ്പറായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം ഇതൊരു ടോയ് കാറാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതുപോലെ കുറേ വിൻറ്റേജ് കാർസ് ഉണ്ടായിരുന്നു. എനിക്ക് ഒന്നിൻ്റെയും പേര് പോലും അറിയില്ല. ആകെപ്പാട് ബെൻസും പോർഷയും മാത്രമാണ് എനിക്ക് മനസ്സിലായത്. ഇത് ഇവർ സൗത്ത് ഇന്ത്യ പര്യടനത്തിനായിട്ട് ഈ ഫോറിനേഴ്സ് വന്നതാണ് കേട്ടോ. അത് സൂപ്പറായിരുന്നു അത്. പിന്നെ ഞങ്ങൾ അമ്പലത്തിലെത്തി. താമസിച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ ഓടി പോയി അമ്പലത്തിലേക്ക് പോയി. അങ്ങനെ കുഞ്ഞിന് ചോറൂണ് നടത്തി. സത്യത്തിൽ എൻ്റെയും മനുഷ്യൻ്റെ ഞങ്ങളുടെ കല്യാണം നടന്ന അമ്പലത്തിൽ വെച്ച് തന്നെയായിരുന്നു കേട്ടോ കുഞ്ഞിന് ചോറൂണ് നടത്തിയിരുന്നത്. അതുകൊണ്ടത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ വാമിക്കുട്ടി ഇങ്ങനെ ചോറൊക്കെ കഴിക്കാൻ ഇച്ചിരി മടിയായിരുന്നു. പിന്നെ നമ്മൾ എല്ലാവരും റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഇച്ചിരിയൊക്കെ കൊടുത്തു. അങ്ങനെ ആൾ കഴിച്ചു. അങ്ങനെ ആദ്യമായിട്ട് പുള്ളിക്കാരിയുടെ ചോറൂണ് കഴിഞ്ഞു. ഭയങ്കര സന്തോഷമുണ്ട്. ആദ്യത്തെ വീഡിയോ തന്നെ ഇത് ചെയ്യാൻ പറ്റിയതിൽ.
അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞു. പിന്നെ തുലാഭാരം ഉണ്ടായിരുന്നു കേട്ടോ, ശർക്കര വെച്ചിട്ടായിരുന്നു തുലാഭാരം. അപ്പം കുഞ്ഞിനെ കിടത്തിയപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു, ഇവൾ അനങ്ങുമോ എന്നൊക്കെ ഉള്ള പേടിയുണ്ടായിരുന്നു. പക്ഷെ ആൾ നല്ല ഹാപ്പി ആയിട്ട് ചിരിച്ചൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ തുലാഭാരവും ചെയ്തു. ഇങ്ങനെ തുലാഭാരമൊക്കെ കഴിഞ്ഞു. ഇനിയുണ്ട്, ഒരുപാട് അമ്പലങ്ങളിൽ നേർച്ചയുണ്ട്. ഇനി അതെല്ലാം പതിയെ പതിയെ ചെയ്യണം. ഓക്കെ, അങ്ങനെ തുലാഭാരം കഴിഞ്ഞു. ഇത് എൻ്റെ വീടിനടുത്ത് തന്നെയുള്ള അമ്പലമാണ് കേട്ടോ, വിളഞ്ഞൂർ ശ്രീ ഭഗവതി ക്ഷേത്രം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചോറൂണ് കൊടുത്തു, തുലാഭാരം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്തിട്ടൊക്കെയാണ് വീട്ടിലെത്തിയത്. ഇതെൻ്റെ അച്ഛനും അമ്മയാണ്. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു. ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പം വീഡിയോ കണ്ടതിലൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.